നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയും CPM-നെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ അത് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ശാന്തത ഉണ്ടായ ശേഷം ED ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. ഞങ്ങളെല്ലാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെപ്പോ അഴകെ ഉണ്ട് ആണോ എന്നാ കണ്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നു. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? സാധാരണഗതിയിൽ പിന്നെ ഒന്ന് ശാന്തമായ ശേഷം ഇറങ്ങണമായിരുന്നു. എന്ത് പ്രഹസനമാണ് സജി. ഒരു ജനക്കൂട്ടത്തിന്റെ പ്രകടനവും അതിൽ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്യാറില്ല. അത് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം പ്രകാരമാണ് പോലീസ് പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയത്. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂടുണ്ട് ബാക്കി. ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ നടപടി ഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ. ഉത്തമൻ തുടങ്ങി 11 പേരെ പ്രതികളാക്കിയിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. 300 പേർക്കെതിരെ, കണ്ടാൽ അറിയാവുന്ന 300 പേർ CPM പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാൽ വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര? ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല.